ഹരികുമാർ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ചിത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ വീടുമായിട്ട് എനിക്ക് നല്ല ഇൻറ്റിമസി ഉള്ളൊരു വീടാണ്. കാരണം ഞാൻ മത്സരിച്ച 2 വട്ടവും എനിക്ക് തന്നെ വോട്ട് ചെയ്ത വീട്ടുകാരുമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധവും ഉണ്ട് അവരുമായി. ഇപ്പോഴും എനിക്ക് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഹരികുമാറിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീധുവിനെയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ ഓൾറെഡി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഈ ഒരു വിഷയത്തെ വിശദീകരിക്കാനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു വ്യക്തി ഒരു ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി അയാളുടെ വായിരിക്കുന്ന വർത്താനം കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് പ്രതി എന്ന് കണക്കാക്കുന്ന വ്യക്തിയെ പൊക്കിപ്പിടിക്കാനും അയാൾ ഒരു മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇടപെട്ട് ചിലപ്പം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവൻ ജയിലിൽ നിന്ന്, തെറ്റുകാരനാണെന്ന് അവൻ തന്നെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങി വരും. ഇപ്പം തെറ്റ് ചെയ്ത എത്ര വലിയ തെറ്റ് ചെയ്തവന്മാർ വരെ ഇവിടെ അകത്ത് പോയിട്ട് പുറത്തിറങ്ങി നല്ല സുന്ദരമായിട്ട് വിലസി നടക്കുന്നു. അപ്പൊ ഈ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഒരുത്തനൊക്കെ എന്താണെങ്കിലും ഇവിടെ പുറത്തിറങ്ങി തേരാപ്പാര നടക്കും കുറച്ച് കഴിയുമ്പോൾ. ഇത് നമുക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. എന്നാൽ പോലും ചില ആളുകൾ ഈ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഈ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം മുതലെടുത്ത് അവരുടെ ഒരു ഫേസ് ജനങ്ങളിലേക്ക് എത്തിക്കാനും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ അവരുടെ മുഖം ഒന്ന് കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ഉഡായിപ്പ് പരിപാടി കൊണ്ടിറങ്ങും. അങ്ങനെയുള്ള ഒരു ഉഡായിപ്പ് രാഷ്ട്രീയക്കാരൻ, അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടം. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് ഈ ബാലരാമപുരത്ത് തന്നെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ആദ്യമേ നിങ്ങളെ കേൾപ്പിക്കാം അത്, എന്നിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഇത് വേറൊരു ചാനലിൽ വന്നതാണ്, നിങ്ങൾ എല്ലാവരും ഇത് മൊത്തത്തിലിരുന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇതിനകത്തുനിന്ന് വളരെ കുറച്ച് പോർഷൻസ് ഇയാൾ പറയുന്ന ഈ ഒരു അവൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ എന്തും പറയും എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഹരികുമാറിന് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലൊരാളെന്ന നിലയ്ക്ക്, കാരണം ഹരികുമാർ ജനിച്ചത് എൻ്റെ വീടിൻ്റെ കുറച്ച് താഴോട്ടാണ്, ഇപ്പോൾ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട്, ഹരികുമാർ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ചിത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ വീടുമായിട്ട് എനിക്ക് നല്ല ഇൻറ്റിമസി ഉള്ളൊരു വീടാണ്. കാരണം ഞാൻ മത്സരിച്ച 2 വട്ടവും എനിക്ക് തന്നെ വോട്ട് ചെയ്ത വീട്ടുകാരുമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധവും ഉണ്ട് അവരുമായി. ഇപ്പോഴും എനിക്ക് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഹരികുമാറിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീധുവിനെയാണ്. നിങ്ങൾ നാട്ടുകാർ വിശ്വസിക്കുന്നത് ശ്രീധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ഈ ഒരു പരിപാടി ചെയ്തതെന്നാണ്. പക്ഷെ അവിടെ പോലും അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അയാളുടെ വായിൽ നിന്ന് തന്നെ വീണു. എനിക്ക് നേരത്തെ 2 പ്രാവശ്യം വോട്ട് ചെയ്തതും അവരായിരുന്നു, 2 പ്രാവശ്യം എനിക്ക് ആ കുടുംബം വോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവർ വോട്ട് ചെയ്യുന്നു, എനിക്ക് അതുകൊണ്ട് വളരെ നന്നായിട്ട് അവരെ അറിയാം. അതുകൊണ്ട് തന്നെ എടുത്തു പറയാനുള്ളത്, അതുകൊണ്ട് തന്നെ അവരത് ചെയ്യില്ല, അല്ലെങ്കിൽ ഹരികുമാർ അത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്നത് നിങ്ങൾ കേട്ടോ? എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ? അയാൾക്ക് വോട്ട് കുട്ടിയത് കൊണ്ട് കുത്തിയവൻ നല്ലവൻ എന്നുള്ളൊരു മോഡാണ് പുള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിയത്? എനിക്കിത് കേട്ടപ്പോൾ അങ്ങനെ തന്നെയാ തോന്നിയത്. എനിക്ക് വളരെ വളരെ നന്നായിട്ട് അറിയാം, ആ ഒരു കുടുംബത്തെ നന്നായിട്ട് അറിയാം. എനിക്ക് 2 പ്രാവശ്യം ഈ വോട്ട് കുത്തിയ കഥയൊക്കെ എന്തിനാണ് എൻ്റെ പൊന്ന് രാഷ്ട്രീയക്കാരാ? താങ്കൾ വന്നൊരു പ്രശ്നം ഉണ്ടാവുമ്പം അതിന്റെ ഇടയ്ക്ക് ഇത് കുത്തിക്കരുന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. വോട്ട് കുത്തിയോണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, അവരങ്ങനൊന്നും ചെയ്യില്ല. ഹരികുമാർ എന്ന് പറയുന്ന നല്ല വ്യക്തി. എങ്ങനെ പറയാൻ പറ്റുന്നു ഇവനൊക്കെ? എങ്ങനെ പറയാൻ പറ്റുന്നു? ആ വ്യക്തി തന്നെയാണ് വന്ന് പോലീസിനോട് പറഞ്ഞത്, ഞാൻ കൊന്നു, എനിക്ക് പറ്റി. ഇന്ന് പല കഥകളാണ് അവൻ പറഞ്ഞതിനകത്ത് വരുന്നത്. ഇരുന്ന് മൂങ്ങുന്നതൊക്കെ കണ്ടു, നല്ല രീതിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയി. ആദ്യം മറ്റേ വലിയ ജാടായിക്കിട്ട് അവൻ ചെയ്തു, ഇന്ന് വന്നിട്ട് കയ്യിൽ നിന്ന് പോയി. അവന് മനസ്സിലായി ഇതെങ്ങോട്ട് പോയി നിൽക്കുമെന്നുള്ളത്, സമ്മതിക്കുകയും ചെയ്തു. എന്താണോ അവൻ ചെയ്തത്, ഞാൻ വീണ്ടും ആ ഒരു ടേം എടുത്ത് പറയുന്നില്ല, എന്താണോ അവൻ ചെയ്തത്, ആ ചെയ്തതിനെ അവനല്ല ചെയ്തത്, അവൻ നല്ലവനാണ് എന്നും പറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. എന്താണ് ഇവനെ പോലുള്ള രാഷ്ട്രീയക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് നമ്മൾ വൃത്തികേട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വൃത്തികേടുകളോ തെറികളോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഇവന്റെ വായിൽ നിന്ന് വീണത് നിങ്ങൾ കേട്ടല്ലോ. ഞാനായിട്ട് ഇനി മറ്റേ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നും ആരും പറയരുത്. ഓക്കെ, ബാക്കി. കാരണം ശ്രീധുവിനെ അതിൽ തന്നെ അടിയോരായിട്ട് വിശ്വസിക്കാൻ കാരണം ശ്രീധുവിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പും ശ്രീധുവിൻ്റെ ജീവിത പശ്ചാത്തലം നല്ല വഴിയായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീധു അവരുടെ ഒരു ബന്ധത്തിൽ പിറന്നൊരു പയ്യനുമായി പ്രണയത്തിലായി.
അവനുമായി നല്ല സ്നേഹത്തിലായി അവസാനം കൊണ്ടുപോകുന്നുള്ള അവസ്ഥയിലെത്തി. പക്ഷെ എന്തായാലും കൊണ്ടുപോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അറിയുന്നത് ഷെയ്തുവിൻ്റെ ആഭരണങ്ങൾ മുഴുവനും ആ പയ്യൻ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ഷെയ്തു പറയുകയും അങ്ങനെ നല്ല വിഷയമാവുകയും അവർ കുടുംബക്കാർ ഇടപെട്ട് ആ പയ്യൻ്റെ അച്ഛൻ, ഗൾഫിൽ നിന്ന് വന്ന അച്ഛനായിരുന്നു അദ്ദേഹം, ഈ ആഭരണങ്ങൾ, തത്തുല്യമായ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുള്ളതുമാണ്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ പയ്യൻ്റെ വീട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല. ഇത് ഇവൾ തന്നെ പൈസ മാറ്റിവെച്ച് ഇത് ആഭരണം മാറ്റിവെച്ച് കളിച്ചതാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം എനിക്കറിയില്ല, പേഴ്സണലി എനിക്കറിയാവുന്ന കാര്യമില്ല. നാട്ടുകാരനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള ഈ വ്യക്തി പറയുന്നതാണ്. നമുക്ക് സത്യമാണെന്ന് അറിയില്ല, നമുക്ക് ആർക്കും മറ്റേ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇയാളെ പോലുള്ള ആളുകൾ പറയുന്നത്. കാരണം എന്താണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞതെന്ന് കേട്ടല്ലോ നിങ്ങൾ. പോട്ടെ, ഞാനിവിടെ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഈ ഈ ഈ ആ ഒരു ലേഡിയെ, ഞാൻ പേരും പറയുന്നില്ല ഇനി, ആ ഒരു ലേഡിയെ ഞാനും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. അവർക്ക് ഈ ഒരു കാര്യം എന്താണോ ഇപ്പൊ നടന്നത് ആ ഒരു വിഷയത്തിൽ ഈ ഒരു ലേഡിക്കും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഇന്ന് രാവിലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലേഡി പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് സ്വന്തം പെൺകുഞ്ഞ് പോയി, എന്നിട്ട് ഒരു തുള്ളി കണ്ണീരില്ലാതെയാണ് അവരിറങ്ങി വരുന്നത്. ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അത് പറ്റുമോ? ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ പെൺകുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളോ ഉള്ള അമ്മമാരൊക്കെ കാണും ഇവിടെ, നിങ്ങൾ പറയൂ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഒരു കുഞ്ഞു പോറൽ വീണാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ പോയി ആ ഒരു മോള്, എന്നിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു തുള്ളി പോലും കണ്ണീരില്ലാതെ വളരെ ലാഘവത്തോടെ ഇറങ്ങി വരുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടപ്പോൾ എനിക്കും സംശയം തോന്നി. എന്തോ അവർക്കും ഒരു തുള്ളി പോലും ഒരു ഫീലിങ്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണുമോ അതിന്റെ പുറകിൽ. അതുപോലെ തന്നെ ഇപ്പതാ ഇദ്ദേഹം പറയുന്ന കണക്ക് അത്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല അവരുടെ എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കറിയില്ല, സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ വൃത്തികേട് ചെയ്തു എന്ന് പറഞ്ഞവൻ, അവനത് ഉറപ്പിച്ചു, പോലീസുകാരും കൺഫേംഡ് ആക്കി. എന്നിട്ട് അവനെ വന്ന് പൊക്കാൻ നിൽക്കുന്ന അവൻ പാവം ഒത്തുകുത്തി, മറ്റേ ഓട്ടെനിക്ക് കുത്തിയത് കൊണ്ട് അവൻ നല്ലവൻ എന്ന് പറയുന്നവനെയൊക്കെ എന്ത് പറയണം എനിക്കറിയില്ല. നിങ്ങൾ തന്നെ പറ, ബാക്കി വീഡിയോ കൂടെ കണ്ടിട്ട് പറ. പക്ഷെ ഇത് നന്നായിട്ട് അറിയാവുന്ന ആൾ ആ വീട്ടിലുള്ളത് ശ്രീകല എന്ന രാഗിണിയാണ്. അമ്മ ഇതിൻ്റെ നല്ലൊരു ആളാണ്. പക്ഷെ ശ്രീതു ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അമ്മ എതിര് നിൽക്കാറില്ല. അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയും. ഇവർ തന്നെയാണ് ഇതിൻ്റെ കാരണം. കാരണം ഈ കുഞ്ഞിനെ പലവട്ടം അവരെ ആക്സിഡന്റ് പറ്റിയതായിട്ടും രോഗം സംഭവിച്ചായിട്ടും ആളുകളോട് പറഞ്ഞ പൈസ വാങ്ങുന്നുണ്ട്. ഒരിക്കലും അവർ പറഞ്ഞു എന്ന് പറയുന്നത്, ഏതാണ്ട് എൻ്റെ അറിവനുസരിച്ച് ഇടുവ ഭാഗത്തു നിന്നൊരു വീട്ടുകാരോട് കടം വാങ്ങുന്നത് തന്നെ ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞിനെ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്നു കിടന്ന് കുഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയി. ഈ ഇറക്കമിറങ്ങി വന്ന് വാഹനം ഇടിച്ച് തെറിച്ച് റോഡിൽ വീണു. അത് കണ്ട് സഹികെട്ട മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടുന്നു. നാട്ടുകാർ ഇവരെല്ലാം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അത്യാസന്ന നിലയിൽ ICUവിലാണ്. സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞു ചെന്നുപോയി കടമായി വാങ്ങിച്ചിട്ടുണ്ട്. അവർ തിരിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇരുചക്ര വാഹനത്തിൽ ഒരു ദിവസം വരുമ്പോൾ, ഇതിപ്പോ ആ ലേഡിയുടെ പേര് പറയാത്ത മുന്നോട്ട് പോകത്തില്ല എന്നൊരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് മാത്രം, കാരണം നമുക്കത് പറയാൻ പറ്റില്ല. അത് എനിക്ക് ചാനലിനൊക്കെ വേറെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ആ ഒരു വേർഡ് പോലും എടുത്ത് പറയാത്തത്. അപ്പൊ ഈ ശ്രീതു എന്ന് പറയുന്ന ലേഡി, അവരിതിനു മുമ്പും പല ആളുകൾക്ക്, ഇപ്പം ആ ഒരു വയ്യ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മനസ്സിലായില്ലേ, അതിന് വയ്യ എന്ന് പറഞ്ഞും അവർ പല ആളുകളുടേതും കാശ് മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പല ആളുകളും, ഇപ്പോ ഈ ഒരു വ്യക്തി മാത്രമല്ല, ആ നാട്ടുകാരിൽ പല ആളുകളും പല ന്യൂസ് ചാനൽസിനോടും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാശ് പല ആളുകളിൽ നിന്ന് കടം മേടിച്ചു, അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പോലീസുകാർ പ്രോപ്പറായിട്ട് ഇനി കുറച്ചുകൂടെ അന്വേഷിച്ച് വരികയാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു പ്രവൃത്തി ചെയ്ത ആ ഒരു ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയും ഇവരുമായിട്ട് വേറെ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് വരെ ഇന്നലെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്നാലും പോട്ടെ, ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഇനി അതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലോ, അതിന്റെയൊക്കെ ദേഷ്യത്തിലാണ് ഇവൻ ഇപ്പൊ ഈ ഒരു പരിപാടി കാണിച്ചതെന്നോ ഒക്കെ പോലീസുകാർ തന്നെ തെളിയിക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് പറയാം. നമുക്കിപ്പം ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ പറയുന്ന കേട്ടിട്ട് ഒരിക്കലും ഞാൻ ഹരികുമാർ എന്ന് പറയുന്നവനെ എടുത്ത് പൊക്കി വെക്കാനോ അവൻ ഇങ്ങേർക്ക് വോട്ട് കുത്തിയത് കൊണ്ട് അവൻ നല്ലവരാണെന്ന് പറയാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? എനിക്ക് പറ്റില്ല. അതൊക്കെ ഇച്ചിരി എങ്ങനെ പറയാൻ പറ്റുന്ന എന്റെ പൊന്ന് രാഷ്ട്രീയക്കാരൻ ചേട്ടാ, തനിക്കൊക്കെ ഈ വർത്താനം. അവൻ വോട്ട് കുത്തി, അതെനിക്ക് അറിയാം. ലിറ്ററലി പുച്ഛം തോന്നുന്നു ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ. ഇങ്ങനെയുള്ള ഐറ്റത്തിനെയൊക്കെ കാണുമ്പോഴാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പോലും നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഇല്ലേ? നിങ്ങൾ പറ.
ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് ഈ ഒരു വിഷയത്തിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ, അത് മറക്കരുത്.